ഇവരെല്ലാമാണ്. ഞാൻ അങ്ങനെ മുസ്തഫ ശ്രീജിൽ മാക്കുറ്റി നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞ എന്താണ്, ആൽമരവും ദൈവമാണ്, പശുവും ദൈവമാണ്, രണ്ടിനെയും അറക്കുന്നത് വിശ്വാസികൾക്ക് സങ്കടമുള്ളതാണെന്ന് കുത്തിന് മറുപടി പറഞ്ഞോളൂ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയാണ്, വീണ്ടും ഒത്തുകളി എന്ന് ആരോപിക്കുകയാണ്. ഒത്തുകളിയാണെങ്കിൽ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരുടെ ഇലക്ഷൻ പ്രചരണം തുടങ്ങാൻ നിൽക്കുന്ന ആ വേദിയിൽ വന്ന് വീണ്ടും സ്വർണ്ണക്കെടുത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ പ്രചരണ മണ്ഡലത്തിലേക്ക് എടുത്തിടുവോ? ഒരു കാര്യമില്ലാതെ. ശ്രീജിൽ മാക്കുറ്റി. ശ്രീ ഹാഷ്മി, ഒന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP-യുടെ പ്രതിനിധി പറഞ്ഞതുപോലെ അദ്ദേഹം വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സ്വാഭാവിക പെട്രോൾ പമ്പിലൂടെയൊക്കെ അഴിമതി നടത്തി വീട്ടിലിരിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ പറയും, സ്വാഭാവികമാണ്. അതിൻ്റെ അകത്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആൽമരം എന്ന് പറയുന്നത് വളരെ കൃത്യമായി അതൊരു വളരെ കൃത്യമായി ഈ ഹിന്ദു പുരാണങ്ങളിലും അതോടെ ഹിന്ദു വിശ്വാസപ്രകാരം വളരെയേറെ പവിത്രമായി നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ആൽമരം. മറ്റുള്ള വൃക്ഷങ്ങൾ പോലെയല്ല ആൽമരത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് തന്നെ ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, അശ്വത്ഥ സർവവൃക്ഷാണാം ദേവർഷീണാം ച നാരദ ഗന്ധർവാണാം ചിത്രരഥ സിദ്ധനാം കപിലോ മുനി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് വൃക്ഷങ്ങളിൽ അരിയാലായും ദേവർഷികളിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും സിദ്ധന്മാരിൽ കപിലമുനിയും ഞാനാകുന്നു എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് ഈ ആൽമരം. ആ ആൽമരമാണ് ഇവർ ഒരു തരത്തിലും, പ്രത്യേകിച്ച് ക്ഷേത്ര പരിസരത്തുള്ള ഈ വൃക്ഷം മുറിക്കുമ്പോൾ അതിൻ്റെ ചിട്ടയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഇപ്പോൾ ദേവസ്വമായി ബന്ധപ്പെട്ട വ്യക്തി തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും പാലിക്കാതെയാണ് BJP-ക്കാർ വെട്ടിമുറിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവർക്ക് പ്രശ്നമല്ല, അത് ആചാര ലംഘനമല്ല, വൃക്ഷം മുറിക്കാം. ഇവിടെ രാഹുൽ ഗാന്ധി വന്നിട്ടാണ് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് അതിൻ്റെ ഒരു ഇല അനക്കിയാൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ എന്തൊക്കെ സംഭവം നടക്കും, എന്തൊക്കെ പുണ്യാഹങ്ങൾ നടക്കും, ഇവർ BJP-ക്കാർ എന്തൊക്കെ ചെയ്യും, എന്ത് ഘോഷയാത്ര നടത്തും, ഇതൊക്കെ നടത്തില്ലേ? അപ്പോൾ ഇവർക്ക് എന്തോ ആകാം എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം പശുവുമായി ബന്ധപ്പെട്ട് പറയുന്നു, ഹിന്ദു പുരാണപ്രകാരം ഹിന്ദു വിശ്വാസപ്രകാരം പശുവിനെ അറക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ BJP പ്രതിനിധിയെ വെല്ലുവിളിക്കുകയാണ്. പശുവിനെ അറക്കാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടോ? മുന്നം നൃപൻ രന്തിദേവൻ തൻ മടപ്പള്ളിയിൽ ദ്വിജ കൊന്നിരുന്നു 2000 പശുക്കളെ ദിവസം തോറും എന്ന് രന്തിദേവൻ എന്ന് പറയുന്ന മഹാരാജാവ് 2000 അറച്ചിട്ടുണ്ട് എന്ന് മഹാഭാരതത്തിലെ മാർക്കണ്ഡേയ പർവ്വത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഹാഷ്മി പറയട്ടെ, നമ്മുടെ സപ്താഹയജ്ഞത്തിനൊക്കെ വൈകുന്നേരങ്ങളിൽ വീട്ടിലിരിക്കുമ്പോൾ കേൾക്കാറുണ്ട്. ഇവരൊക്കെ ഈ പശുവിന്റെ ഒക്കെ വലിയ ആളുകളാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കണ്ടേ? പറയട്ടെ ഹാഷ്മി, ഞാൻ പറയട്ടെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ കാശ്മീരിലെ ആസാമിലെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, ബ്രാഹ്മണന്മാർക്കും ക്ഷത്രിയന്മാർക്കും വൈശ്യന്മാർക്കും പാദസേവ ചെയ്യാറുണ്ടാണ് ശൂദ്രർ എന്ന് പറയുന്ന മനുസ്മൃതി അടിസ്ഥാനമാക്കി നിൽക്കുന്നവരാണ്. ആ മനുസ്മൃതിയിൽ ഗോപ്നൻ എന്ന് പറയുന്ന ഒരു പദമുണ്ട്, പശുവിനെ അറക്കുന്നവരെന്നാണ്. എന്താണ് പശുവിനെ അറക്കുന്നവൻ? ബ്രാഹ്മണനാണത്. യാഗങ്ങളും യജ്ഞവും കഴിഞ്ഞാൽ പശുവിനെ അറത്ത് അതിൻ്റെ മാംസം വെട്ടി ആളുകൾക്ക് കൊടുക്കുകയും ഈ മാംസഭക്ഷണം യാഗം ചെയ്യുന്ന ബ്രാഹ്മണന്മാർ കഴിച്ചിട്ടില്ലെങ്കിൽ 23 തവണ 27 തവണയോ ജനിച്ചാൽ അത് മൃഗമായി ജനിക്കുക എന്നുള്ളത് കൊണ്ട് പശുമാംസം കഴിക്കണമെന്ന് മനുസ്മൃതി പറയുന്നുണ്ട്. വിവേകാനന്ദൻ പറയുന്നുണ്ട് പശുമാംസം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദശരഥൻ ശ്രീരാമൻ ജനിക്കാൻ കാരണം പുത്രകാമേഷ്ടി യജ്ഞം നടത്തിയിട്ടാണ്. 300 പശുവിൽ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ മിറബലി നടത്തിയിട്ടാണ് അത്തരത്തിലുള്ള ശ്രീരാമൻ ജനിച്ചത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഹിന്ദു പുരാണത്തിൽ എവിടെയും പശുവിനെ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ? മഹാഭാരതത്തിലും രാമായണത്തിലും മനുസ്മൃതിയിലും ഒക്കെ തന്നെ പശുവിനെ അറത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ബുദ്ധമതവുമായി ചേർന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് വ്യതിയാനങ്ങൾ വന്നപ്പോഴാണ് പല കാര്യങ്ങളും ഇവിടെ വന്നിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ അതിലേക്ക് അതെ, അപ്പൊ ഞാൻ പറയട്ടെ, പശുവെ കുറിച്ച് സ്ഥിരമായി പറയുന്നതുകൊണ്ട് അക്കാര്യങ്ങളൊന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഒരു മിനിറ്റ് എനിക്ക് പൂർത്തീകരിക്കാനുണ്ട്. റിജിൽ മറുപടി പറയാനുള്ള എന്തോ ചോദ്യം സന്ദീപിന് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. ഒറ്റ ചോദ്യം, ചെറിയൊരു ചോദ്യം റിജിൽ, ഒറ്റ ചോദ്യം. റിജിൽ ഇപ്പൊ പറഞ്ഞ കാര്യം, റിജിൽ ഇപ്പോ പശുവിനെ അറുക്കുന്നത് തെറ്റല്ലെന്നും പശുവിനെ അറക്കാമെന്ന് ഹിന്ദു ധർമ്മങ്ങൾ പറയുന്നുവെന്നും റിജിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ നിലപാടാണോ, കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണോ എന്ന് അദ്ദേഹം പറയണം. കാരണം ഈ ക്ലിപ്പ് എന്തായാലും ഇപ്പൊ കട്ട് ചെയ്ത് ഞങ്ങൾ കോൺഗ്രസിന്റെ ദേശീയ ഇടത്തിനും കൂടി ടാഗ് ചെയ്ത് ട്വീറ്റ് ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹം പശുവിനെ അറക്കുന്നതിനെ ഇവിടെ നിന്ന് ലജ്ജയില്ലാതെ ന്യായീകരിച്ചിരിക്കുകയാണ്. പശുവും കിടാരിയും ഒക്കെ കോൺഗ്രസിന്റെ അത് വേറെ. സന്ദീപ് പറയുന്നത് ഇപ്പോ റിജിൽ മാക്കുറ്റി അടക്കം അടിസ്ഥാനമാക്കി പറഞ്ഞതിന് ആ രീതിയിൽ മറുപടി പറയാനുണ്ടോ സന്ദീപ്? ഞാൻ പറഞ്ഞത് റിജിൽ മാക്കുറ്റി മനുസ്മൃതിയെയും രാമായണത്തെയും പറഞ്ഞത് അതില്ലാത്തതാണെങ്കിൽ ഹാഷ്മി, സന്ദീപിനോട് ഇല്ലാത്തതാണെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട് ഹാഷ്മി. എന്താണ് ഇല്ലാത്തതാണെങ്കിൽ എന്താണ്
അതാണ് ജനാധിപത്യം. അങ്ങോട്ട് ചോദിച്ചു അല്ല ആഷ്മി, ഇത് പോകരുത്. നിങ്ങൾ ദേശീയ തലത്തിൽ എവിടെ വേണമെങ്കിലും പ്രചരിപ്പിച്ചോ. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, പശുവിനെ അറക്കുന്നതും പശുവിനെ അറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പുരാണങ്ങളിൽ പറഞ്ഞ കാര്യം സത്യമല്ലാത്ത കാര്യമാണോ ഞാൻ പറഞ്ഞത്? ഞാൻ മഹാഭാരതത്തെയും രാമായണത്തെയും മനുസ്മൃതിയെയും ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ വിഷയം എവിടെ നമ്മൾ പോവാണ്, എന്നാലും കുഴപ്പമില്ല. അല്ല സന്ദീപ് ഇവിടെ റിജിൽ മാക്കുറ്റി പറഞ്ഞതിനെ കട്ട് ചെയ്ത് ട്വീറ്റ് ചെയ്യാം. അല്ല ഞാൻ പറഞ്ഞത് സന്ദീപ് വാര്യർ ഇവിടെ റിജിൽ മാക്കുറ്റി പറഞ്ഞതിനെ ട്വീറ്റ് ചെയ്യാം. റിജിൽ മാക്കുറ്റി പറഞ്ഞതിനെ കട്ട് ചെയ്ത് ദേശീയ തലത്തിൽ ട്വീറ്റ് ചെയ്യാം, പ്രചരണമാക്കാം, വൈറലാക്കാം. പക്ഷേ ഇവിടെ ചോദ്യം ഈ പറയുന്ന ശ്ലോകങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് റിജിൽ മാക്കുറ്റി ഒരു പണ്ഡിത രൂപേണ പറഞ്ഞതിന് അതേ ഭാഷയിൽ മറുപടി പറയാൻ അറിയോ സന്ദീപിന്? അല്ല ഹാഷ്മി, അതല്ല ചോദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പശുവിനെ ഇറക്കാൻ വേണ്ടി തള്ളിക്കളയുന്നുണ്ടോ? അതാണ് ചോദ്യം. അല്ല ചോദ്യം അതന്നെയാണ്. ബിജെപിയുടെ നിലപാടാണോ? അങ്ങനെ ചോദിക്ക്. അതാണ് എന്റെ ചോദ്യം. ഞാൻ പറഞ്ഞ കാര്യം തള്ളിക്കളയുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ട്വീറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. നിങ്ങൾ ഇപ്പോഴെല്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് സന്ദീപ് ആഷ്മി വളരെ ആഷ്മി, അദ്ദേഹം പണ്ഡിതോചിതമായി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതായിരുന്നു അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ന്യായീകരണമെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഇതാ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് അന്ന് ചെയ്ത കാര്യം ന്യായീകരിക്കാവുന്നതാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അല്ല പൊളിറ്റിക്സ് അല്ല. എന്തുകൊണ്ട് ഞാൻ ആ ശ്ലോകങ്ങൾ തെറ്റാണെന്ന് സന്ദീപ് പറയുമോ? എന്റെ പാർട്ടിക്ക് യോജിച്ച സമരമല്ലാത്തത് കൊണ്ടാണ് ആ പാർട്ടി നടപടിയെടുത്തത്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ മഹാഭാരതവും രാമായണവും മനുസ്മൃതി ഉദ്ധരിച്ച് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് താങ്കൾ പറയൂ. താങ്കൾ തള്ളി പറയുന്നു, അങ്ങനെ ഇല്ല എന്ന് പറയൂ. അതാണല്ലോ സംവാദം. കോൺഗ്രസിന് എന്റെ പാർട്ടി നടപടിയെടുത്തിട്ട് ഞാൻ ആ നടപടി ഒരു വർഷക്കാലം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഞാനല്ലാതെ തൃശ്ശൂരിൽ പോയി മതിലി ചാടി അടിവാങ്ങി വീട്ടിൽ കിടന്നിട്ടൊന്നുമില്ല. പറയാമെന്ന് എനിക്ക് ഭയമില്ല. ആഷ്മി എന്താണ് തൃശ്ശൂരിൽ പോയി മതിൽ ചാടി അടികൊണ്ട് വീട്ടിൽ കിടന്നിട്ടില്ല റിജിൽ മാക്കുറ്റി. തൃശ്ശൂരിൽ പോയി അടിയേറ്റ് വീട്ടിൽ പോയിട്ടില്ല. പാർട്ടിക്കകത്ത് പുറത്തായിട്ടില്ല. വ്യക്തിപരമാവാൻ പാടില്ല. സന്ദീപ് ഇവിടെ റിജിൽ മാക്കുറ്റിയുടെ പാർട്ടിയുടെ നിലപാട് അതല്ല. മാത്രമല്ല ഗോസംരക്ഷണത്തിന് BJP-യോടൊപ്പം തന്നെ നിലപാട് സ്വീകരിച്ച പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ റിജിൽ മാക്കുറ്റി ശ്ലോകങ്ങൾ പറഞ്ഞ് മറുപടി പറയുകയാണ്. അതിൽ ശ്ലോകങ്ങൾ പറഞ്ഞ് ചെറുക്കാൻ താങ്കൾക്ക് അറിവുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അശ്മി ഒരു സെക്കൻഡ്, എന്നെ കുറിച്ച് വ്യക്തിപരമായി പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും മറുപടി പറയണമല്ലോ. മറുപടി ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. കാരണം അല്ല അശ്മിക്ക് അറിയാം. അല്ല അത് തീർച്ചയായിട്ടും അങ്ങ് ഇടപെട്ടു. കാരണം മാത്രമല്ല ആ ദിവസത്തെ കുറിച്ച് കൃത്യമായി ധാരണയുള്ളയാളാണ് അശ്മി. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം എന്ന ദിവസം മറ്റൊരു ചാനലിൽ അശ്മിയുടെ കൂടെ അന്ന് രാത്രി ചർച്ചയ്ക്ക് ഇരുന്നയാളാണ് ഞാൻ. അശ്മിക്ക് ആ ദിവസം ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് തന്നെ അശ്മി ആയതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ കൃത്യമായി അറിയുന്നയാളെന്നുള്ളതൊക്കെ ഞാൻ ആ ഭാഗം വിടുകയാണ്. കാരണം ഒരു പച്ചക്കള്ളം വ്യാജമായി പ്രചരണം ആ കാര്യങ്ങൾ സംബന്ധിച്ച് പഴയ 2019 ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എടുത്തുകൊണ്ട് അന്ന് നടന്നിട്ടുള്ള ഒരു സംഘർഷത്തിൽ എനിക്ക് പരിക്ക് പറ്റിയ തുടരുകയാണ്. അത് നടന്നോട്ടെ, എനിക്കൊരു വിരോധമൊന്നുമില്ല. അത്തരം ഗോസിപ്പുകളെ ഞാൻ പറയാം അത്തരം ഗോസിപ്പ് സാധാരണ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഗോസിപ്പുകളില്ലേ. ഞാൻ അതിന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം വീട്ടിലിരുന്നല്ലോ. ഈ ചർച്ച എന്ന് അല്ല റിജിൽ മാക്കുറ്റി അങ്ങനെ വ്യക്തിപരമാവല്ലേ. ഇപ്പൊ ഇവിടെ താങ്കളുടെ ഭാഗം ന്യായീകരിക്കാൻ താങ്കളുടെ അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കാൻ അതിന് മറുപടി പറയുകയായിരുന്നു. അതിന് തന്നെ വ്യക്തിപരമാണ്. അത് സന്ദീപിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ. എന്തിനാണ് വ്യക്തിപരമാവുന്ന കാര്യങ്ങളിൽ? സന്ദീപ് വിഷയത്തിലേക്ക് വരുമോ? അല്ലെ ഞാൻ പെട്ടെന്ന് ഇതിപ്പോ ആഗോളതലത്തിൽ പ്രഖ്യാപിച്ചിലേറ്റാൻ തീരുമാനിച്ചല്ലേ? ഈ ക്ലിപ്പൊക്കെ എടുത്ത് കൊണ്ടുപോയി ഞങ്ങളെ ആകെ അങ്ങ് പ്രതിരോധത്തിലാക്കാനുള്ള തീരുമാനമല്ലേ? ഇല്ല കോൺഗ്രസിന്റെ ഞാൻ പറഞ്ഞോട്ടെ റിജിലെ, ഞാൻ എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ട് പോകും. എനിക്ക് ഒരു ഭയവികാരത്തിലില്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്നു. റിജിൽ പറഞ്ഞ കാര്യം, റിജിൽ ചില സംസ്കൃത ശ്ലോകങ്ങൾ പറഞ്ഞു. അതിന്റെ ആധികാരികത ഇവിടെ പരിശോധിക്കാൻ ഹാഷ്മിക്ക് സാധിക്കുമെങ്കിൽ ഇത് ആധികാരികമാണെന്ന് ഹാഷ്മി പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. അറിവുള്ള കാര്യം പറയാം. പശു എന്നുള്ളത് കൊണ്ട് സംസ്കൃതത്തിൽ ഉദ്ദേശിക്കുന്നത് മൃഗം എന്നുള്ളത് മാത്രമാണ്.
അല്ല അത് കള്ളമാണ് സന്ദീപ് അല്ല, പറയൂ. എങ്ങനെ അറിയാൻ ആധികാരികമല്ലെന്ന് പറയൂ. ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള ഈ അയ്യോ, മഹത്തായ സന്ദീപ് അങ്ങനെ പാരമ്പര്യത്തിന്റെ പറഞ്ഞത് ഭാഗമായി- ഇതൊക്കെ നമ്മൾ അല്ല, എത്ര തവണ അദ്ദേഹം കേട്ട ഉന്നയിച്ച ശ്ലോകങ്ങളാണ്. ശ്ലോകം ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, എനിക്ക് അറിയില്ല അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ നമ്മൾ എത്ര ശ്ലോകം തവണ ഏതാണെന്ന്. വായിച്ച ശ്ലോകങ്ങൾ അതെങ്ങനെയാ? കേട്ട ശ്ലോകങ്ങളാണ് സന്ദീപ് വാര്യർ. അതെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, അങ്ങനെ ഒഴിഞ്ഞു മാറണം. ശ്രീ ആഷ്മി അങ്ങനെ ഒഴിഞ്ഞു അല്ല, മാറണം. ഞാൻ അങ്ങനെ ഒഴിഞ്ഞു പറയട്ടെ, മാറണം. ആഷ്മി, അങ്ങനെ ഒഴിഞ്ഞു മാറണം. ആഷ്മി, പോട്ടെ, താങ്കൾ വിട്ടേക്കാം. സൂചിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല നമ്മുടെ എനിക്കറിയില്ല, വിഷയം ഇന്ന് ഞാൻ നമ്മുടെ പറഞ്ഞോട്ടെ, വിഷയം ഇന്ന് ആഷ്മി. ഗോസംരക്ഷണമല്ല. ആഷ്മി, ഒരു സെക്കൻഡ്, ആഷ്മി. നമ്മുടെ വിഷയം ഇന്ന് ഗോസംരക്ഷണമല്ല. ദൗർഭാഗ്യവശാൽ ഏതോ വഴിക്ക് ഇങ്ങനെ പോയതാണ്. അതല്ലേ ഞാൻ പറഞ്ഞോട്ടെ, ഇന്ററപ്റ്റ് ചെയ്യരുത്. ശരി 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 ശരിക്കും ഇടപെടും. ഇന്ററപ്റ്റ് ചെയ്യരുത്. സന്ദീപ്, ഇന്ററപ്റ്റ് ചെയ്യരുത്. അല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഇന്ററപ്റ്റ് ചെയ്യരുത്.